സമയം പബ്ലിക്കേഷൻസിൻ്റെ 2 പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ആദ്യത്തെ പുസ്തകം പ്രൊഫസർ എം.എൻ. വിജയൻ മാഷിൻ്റെ പ്രകൃതി പാഠങ്ങൾ എന്ന പുസ്തകമാണ്. അത് പ്രകാശനം ചെയ്യുന്നത് പ്രൊഫസർ കവടിയാർ രാമചന്ദ്രൻ മാഷാണ്. ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഷെയ്ഖ് ഹസൻ ഖാനാണ്. രണ്ടാമത്തെ പുസ്തകം ഒരു ചെറിയ നോവലാണ്. ടി.പി. വേണുഗോപാലൻ രചന നിർവഹിച്ച ഒറ്റയാൾ നാടകത്തിലെ കഥാപാത്രങ്ങൾ എന്ന നോവൽ. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ എസ് രാധാകൃഷ്ണൻ, ഏറ്റുവാങ്ങുന്നത് കെ വേണുഗോപാൽ. സമയത്തിൻ്റെ പബ്ലിഷറും എഡിറ്ററും ജീവനാഡിയുമായിട്ടുള്ള പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷ കൂടി ഈ വേദിയിലുണ്ട്. കണ്ണൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രസാധകരാണ് സമയത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി ടൈറ്റിലുകൾ, വളരെ പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ ടൈറ്റിലുകൾ പുസ്തക രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട്. എം.എൻ. വിജയൻ മാഷിൻ്റെത് ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. സമയം മാസിക കോവിഡിൻ്റെ ഒരു ഏൽപ്പിച്ച ക്ഷതത്തിൻ്റെ ആ ഒരു കാലയളവിൽ പ്രവർത്തനം നിലച്ചു പോയെങ്കിലും വീണ്ടും സമയം മാസിക മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ഗൗരവമായ ഉള്ളടക്കത്തോടുകൂടി കൂടുതൽ മെച്ചപ്പെടുത്തിയ ഡിസൈനും ലേഔട്ടോടുകൂടി കഴിഞ്ഞ 3 പതിപ്പുകൾ അടുത്തടുത്ത് ഇറങ്ങിയിരുന്നു. സ്വാതന്ത്ര്യദിന പതിപ്പ്, ഓണപ്പതിപ്പ്, ഈ മാസം പുറത്തിറങ്ങിയിരിക്കുന്നത് ഭാഷാ പതിപ്പാണ്. സമയത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ 2 പുസ്തകങ്ങളും ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രകാശന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രൊഫസർ കവടിയാർ രാമചന്ദ്രൻ മാഷെ, എനിക്കൊന്ന് തിരുവനന്തപുരത്തെ സഹൃദയർക്ക് വേണ്ടി, സാഹിത്യാസ്വാദകർക്ക് വേണ്ടി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭാഷാ പണ്ഡിതൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യം, ഈ നിലകളിലൊക്കെ സുപരിചിതനായിട്ടുള്ള കവടിയാർ രാമചന്ദ്രൻ മാഷാണ് ഞങ്ങളുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നുള്ളത് സമയത്തെ സംബന്ധിച്ചിടത്തോളം, സമയത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാഷയെ സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഷെയ്ഖ് ഹസൻ ഖാനാണ്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വിദേശങ്ങളിലുള്ള പർവ്വതങ്ങൾ, കൊടിമുടികൾ കയറി ഇറങ്ങിയ വളരെ സാഹസികനായ പർവ്വതാരോഹകനും യാത്രികനും സുഹൃത്തുമാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. എത്ര പർവ്വതങ്ങൾ കയറി ഇറങ്ങി എന്ന് ചോദിച്ചാൽ ഹസന് തന്നെ കുറേ സമയമെടുക്കേണ്ടി വരും പറഞ്ഞു തീർക്കാൻ എന്നുള്ളതാണ് അനുഭവം. ഈ ഒരു പുസ്തകം പ്രകൃതി പാഠങ്ങൾ, തീർച്ചയായിട്ടും ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ ജീവിതമെന്ന പ്രകൃതിയുടെ പാഠങ്ങളെല്ലാം ഉണ്ട്. അതിൽ നമ്മുടെ പ്രതിയെക്കുറിച്ചുള്ള ആഴത്തിൽ തൊട്ടുകൊണ്ടുള്ള ചിന്തകൾ ഉൾപ്പെടുന്ന ലേഖനങ്ങളുണ്ട്. സാംസ്കാരികവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, പുരോഗമന സാഹിത്യത്തെക്കുറിച്ച് വിജയൻ മാഷിൻ്റെ ചിന്തകൾ, നമ്പൂതിരി എന്ന സമാനതകളില്ലാത്ത ചിത്രകാരൻ, ഇല്ലസ്ട്രേറ്റർ, നമ്പൂതിരിയെക്കുറിച്ചുള്ള അതിമനോഹരമെന്ന് വിശേഷിപ്പിക്കുന്ന പഠനമുണ്ട്. അങ്ങനെ നിരവധി പാഠങ്ങൾ ഉൾച്ചേർത്തിട്ടുള്ള ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഒരു പർവ്വതാരോഹകൻ എന്നുള്ള നിലയിൽ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഹസനാണ്. ഹസനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ പുസ്തകം ടി.പി. വേണുഗോപാലൻ ഒറ്റയാൾ നാടകത്തിലെ കഥാപാത്രങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ.
വേണുഗോപാലൻ മാഷെ ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും. കേരളത്തിലെ എഴുത്തുകാരിലെ യുവനിര എന്ന് പറയാൻ പറ്റില്ലെങ്കിലും വളരെ ശ്രദ്ധേയമായ കഥകളും നോവലുകളുമുണ്ട്. മലയാള സാഹിത്യത്തെ സവിശേഷമായ സംഭാവനകൾ നൽകിക്കൊണ്ട് നിരവധി അവാർഡുകൾ, ഇടശ്ശേരി അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, ശക്തി അവാർഡ്, അങ്ങനെ ഒരു വലിയ ശ്രേണി തന്നെ വേണുഗോപാലൻ മാഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മികവുകൾ കൊണ്ട് മാത്രം പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാഷിൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ എസ് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയേണ്ടത് ഞങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരു കുടുംബാംഗം എന്നുള്ള നിലയിലുള്ള ബന്ധം ഒരു 3 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് ഉള്ള ആളാണ് എന്നാണ് ആദ്യം പറയേണ്ടത്. അതിനപ്പുറത്ത് പറയേണ്ടത് പ്രക്ഷേപകൻ. കേരളത്തിലെ വിവിധ നിലയങ്ങളിൽ പ്രക്ഷേപണത്തിന് പുതിയ മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ പ്രക്ഷേപണത്തെ അതിൻ്റെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ നയിച്ച ആളാണ്. രാധാകൃഷ്ണൻ റിട്ടയർ ചെയ്യുമ്പോൾ തിരുവനന്തപുരം ആകാശവാണിയുടെ പരിശീലന കേന്ദ്രം, അത് ദക്ഷിണേന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന കേന്ദ്രമാണ്, അതിൻ്റെ മേധാവിയായിരുന്നു. ആ നിലക്ക് വലിയ സംഭാവനകളാണ്. ചില മാതൃകകൾ തന്നെ, പരിശീലനത്തിൻ്റെ പുതിയ മാതൃകകൾ, പുതിയ പരിശീലന പഥങ്ങൾ രാധാകൃഷ്ണൻ ആകാശവാണിക്ക് വേണ്ടി വെട്ടിത്തുറക്കുകയും അത് ഇന്ത്യയിലെ ഡൽഹി അടക്കമുള്ള ആസ്ഥാനങ്ങളിൽ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള രാധാകൃഷ്ണൻ്റെ ഇഷ്ട ഇടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അത് നാടകമാണെന്നാണ്. കാരണം നാടകത്തിലൂടെയാണ് രാധാകൃഷ്ണൻ പ്രക്ഷേപണത്തിൻ്റെ വഴിയിലേക്ക് വന്നിട്ടുള്ളത്. രാധാകൃഷ്ണൻ്റെ ഗുരുനാഥനായിട്ടുള്ള കാവാലത്തിൻ്റെ അവനവൻ കടമ്പ മുതൽ നിരവധി നാടകങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിനപ്പുറത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിദേശങ്ങളിലൊക്കെ നാടകം കൊണ്ടു ചെന്ന ആൾ കൂടിയാണ്. അതിനുശേഷം രാധാകൃഷ്ണൻ ആകാശവാണി കണ്ണൂർ നിലയത്തിൽ പ്രവർത്തിക്കുമ്പോൾ റേഡിയോ നാടകത്തിൽ ഒരുപാട് വലിയ സംഭാവനകൾ, റേഡിയോ നാടകത്തിൻ്റെ മുഖത്തെഴുത്ത് തന്നെ മാറ്റി എഴുതി എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, റേഡിയോ നാടകത്തെ കൂടുതൽ ജനങ്ങളോട് അടുപ്പിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി റേഡിയോ നാടകത്തെ കൊണ്ടുചെന്നു എന്നുള്ളതാണ് രാധാകൃഷ്ണൻ്റെ മറ്റൊരു സംഭാവന. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കളെ നാടക സംഘങ്ങളുടെയൊക്കെ പിൻബലത്തിൽ വളരെ ശ്രദ്ധേയമായ, വളരെ ഗൗരവമുള്ള, വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന, അതേസമയം ജനപ്രിയമായ ഒരു ശ്രേണി നാടകങ്ങൾ തന്നെ രാധാകൃഷ്ണൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ഒടുവിലായി രാധാകൃഷ്ണൻ അറിയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ, അതേക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് വർക്കല ഉൾപ്പെടെയുള്ള, ശിവഗിരി ഉൾപ്പെടെയുള്ള ഗുരുകുലങ്ങളിലെ സന്യാസിമാരെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ആഴത്തിൽ സംസാരിക്കാൻ കെൽപ്പുള്ള ആളാണ് രാധാകൃഷ്ണൻ എന്ന് വിനയപൂർവ്വം പറയാം. പ്രിയ സുഹൃത്ത് രാധാകൃഷ്ണനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ കെ വേണുഗോപാൽ. വേണു ഫിലിംസ് ഡിവിഷൻ്റെ തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ടുള്ള റീജിയണൽ മേഖലയുടെ മേധാവിയായിരുന്നു. ചലച്ചിത്രങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് കാണുകയും പഠിക്കുകയും ആ മേഖലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത വേണുവിന് വീണ്ടും വ്യക്തിപരമായിട്ട് എനിക്കുള്ള ബന്ധം, വേണു ആകാശവാണി കണ്ണൂർ നിലയത്തിലാണ് വേണുവിൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു അനൗൺസറായിട്ട് തിരുവനന്തപുരത്ത് നിന്നേ വന്ന് അവിടെ അനൗൺസ്മെൻറ്റിൻ്റെ ബാലപാഠങ്ങൾ ഉൾക്കൊള്ളുകയും വളരെ പ്രഗത്ഭമായ രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു പൂർവാശ്രമം വേണുവിനുണ്ടായിരുന്നു. സ്നേഹപൂർവ്വം വേണുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ ആദ്യം പറയേണ്ടിയിരുന്നത്
പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷെക്കുറിച്ചായിരുന്നു. സമയത്തിൻ്റെ ജീവനാടി, ഫോക്ലോർ അക്കാദമിയുടെ പലതവണ ചെയർമാൻ, വിവിധ അക്കാദമികളിൽ അംഗം എന്നുള്ള നിലക്കുള്ള വലിയ സാംസ്കാരിക പ്രവർത്തനം മാഷിൻ്റേതായിട്ടുണ്ട്. പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ സാധാരണ പറയാറുള്ളതാണ്, മാഷ് പഠിപ്പിച്ച കോളേജിൽ അന്ന് 70കളിലും 80കളിലൊക്കെ ആണല്ലോ, ആരും ഒരു കുട്ടിയും വിശപ്പ് അറിയില്ല എന്നുള്ളത്. ക്യാൻറ്റീൻ്റെ വാതിലുകൾ മാഷ് തുറന്നിട്ട് കൊടുക്കും. ഭക്ഷണമില്ലാതെ വരുന്ന കുട്ടികൾ അവിടെ പോയി കൊടുക്കും. മാഷ് സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യ നന്മയുടെ ആൾരൂപം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മാമു മാഷാണ് സമയത്തിൻ്റെ ജീവനാടിയായിട്ട് അതിൻ്റെ പ്രിൻ്ററും പബ്ലിഷറും എഡിറ്ററുമായിട്ട് പ്രവർത്തിക്കുന്നത്. നിരവധി വളരെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങൾ, സമയം മാസിക കേരളത്തിലെ തന്നെ ഏറ്റവും ആഴത്തിൽ വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഉള്ളടക്കത്തോടുകൂടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പുറത്തു വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാമു മാഷെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുറച്ച് പേരേ ഉള്ളൂ ഞങ്ങൾക്കറിയാം, പക്ഷേ കുറേ ആളുകൾ പരിസര സ്റ്റോളുകളിൽ നിന്നൊക്കെ ഞങ്ങളുടെ സംസാരം കേൾക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഈ കസേരകളിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും, അതുപോലെ ഈ പരിപാടി ശ്രവിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹസ്വാഗതം. പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷെ ഈ ചടങ്ങുകൾ നിയന്ത്രിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, അഭിവാദനങ്ങൾ. ഞാനിപ്പോൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. കാരണം അധ്യക്ഷവേദിയിലിരിക്കുന്നത് കേരളത്തിലെ സാംസ്കാരിക, സാമൂഹ്യ, അതേപോലെ തന്നെ രാഷ്ട്രീയ, അധ്യാപക രംഗത്ത് ചേതോഹരമായ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തികളാണ്. അവരോരോരുത്തരും നമ്മുടെ നാടിന് ആവശ്യമാണ്. നിങ്ങളും വളരെ ആവശ്യമാണ് എന്ന് പൂർണ്ണമായും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ പർവ്വതാരോഹണം ചെയ്ത ആളുണ്ട്, നമുക്കറിയാം. അതേപോലെ തന്നെ അധ്യാപക ജീവിതത്തിൽ നിന്ന് നിഷ്ഠുരമായ സേവനങ്ങൾ നൽകി കുട്ടികളുടെ ആത്മാവിൽ അന്തർദർശനത്തിന് സഹായിച്ച ആളുകളും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകൾ കൗതുകപൂർവ്വം നമുക്ക് കേൾക്കാം. നേരത്തെ ഇവിടെ വിശപ്പിനെ പറ്റി പറഞ്ഞു. ഈ യോഗം കഴിയുമ്പോഴേക്കൊക്കെ നമുക്ക് വിശക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. വിശപ്പാണ് നമുക്കിന്ന് ഏറ്റവും അത്യാവശ്യം. കാരണം നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായത് വിശപ്പാണ്. നമുക്ക് മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാക്കാൻ ഇവരുടെ പ്രഭാഷണങ്ങൾ സഹായിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാക്കുകൾ കേട്ടേന്നാണ്. ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് പ്രൊഫസർ ഡോക്ടർ കവടിയാർ രാമേന്ദ്രൻ സാറിനെ ക്ഷണിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങാനായിട്ട് ഷെയ്ഖ് ഹസൻ ഖാനെയും, തുടർന്ന് ഉള്ള പുസ്തകം ഒറ്റയാൾ നാടകത്തിലെ കഥാപാത്രങ്ങൾ സ്വീകരിക്കാനായിട്ട് എസ് രാധാകൃഷ്ണൻ ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങാനായിട്ട് കെ വേണുഗോപാലിനെയും. ചടങ്ങിൽ സംസാരിക്കാനായിട്ട് പ്രൊഫസർ കവടിയാർ രാമേന്ദ്രൻ സാറിനെ ക്ഷണിക്കുകയാണ്. എനിക്കിന്നൊരു നല്ല ദിവസമാണ്. കാരണം ഞാൻ അധ്യാപകരായതിന് ശേഷം പരിചയപ്പെടുകയും പിന്നെ ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ചെയ്ത ഈ അധ്യാപകരെ പഠിപ്പിക്കുന്ന ചില ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ ഒരുമിച്ച് എന്നോടൊപ്പം പഠിച്ച ആളാണ് ഈ ഇരിക്കുന്ന ഈ പഴയ പയ്യൻ മുഹമ്മദ് അഹമ്മദ് സാർ. അദ്ദേഹത്തെ വീണ്ടും ഒന്ന് കാണാൻ എനിക്കൊരു അവസരം കിട്ടിയതാണ് എൻ്റെ സൗഭാഗ്യമായി ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ ബാലകൃഷ്ണ മാഷിനെ ആദ്യമായി പരിചയപ്പെടുകയാണ്. ഇതുപോലൊരു നല്ല മനുഷ്യൻ എവിടെ ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം പിന്നെ എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങിയ രണ്ടുപേര്, അവരെയും ഇപ്പോൾ പരിചയപ്പെട്ടു. പിന്നെ രാധാകൃഷ്ണനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞങ്ങൾ ബന്ധുക്കളും കാര്യങ്ങളൊക്കെയാണ്. വളരെ കാലമായിട്ട് അടുത്ത് പരിചയപ്പെടുന്നവരാണ്, പെരുമാറുന്നവരാണ്.
അധികം സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് സമയം നോക്കി ഞാൻ രണ്ട് വാക്ക് പറയുകയാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖദിനമാണ് എന്നുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ഈ ഭാവഗായകൻ നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞു പോയതിലുള്ള ദുഃഖത്തിലാണ് എല്ലാവരും. അപ്പോൾ ഭാവഗായകനുമായിട്ട് ബന്ധിപ്പിച്ച് ഇപ്പോൾ എം.എൻ. വിജയൻ മാഷ് എന്നെ വിട്ടുപിരിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളാണ് വാസ്തവത്തിൽ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സംഗതി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞാൽ അധികവും ഈ പ്രഭാഷണത്തെ എഴുത്താക്കി മാറ്റുകയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വന്നുള്ള ഒരു പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ ചെവിയോർത്തിരിക്കുമായിരുന്നു. എന്തായാലും അത് ഈ മാഷിൻ്റെ ഒരു പ്രത്യേകത, വിജയൻ മാഷിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ പി ജയചന്ദ്രൻ്റെ പ്രത്യേകതയും കൂടി ഞാൻ പറയുകയാണ്. പി ജയചന്ദ്രൻ പാടിയ, ഇന്നലെ മുഴുവൻ നമ്മുടെ ഈ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതിയുണ്ട്, ജയചന്ദ്രൻ പാടിയത് എല്ലാം ഹിറ്റായി മാറി എന്നുള്ളതാണ്. എല്ലാം ഈ സംഗീതാസ്വാദകരുടെ മനസ്സിൽ പ്രതിഷ്ഠിതമായി എന്നാണ് അതിനർത്ഥം. അതുപോലെ ആണ് വിജയൻ മാഷ് എഴുതിയതെല്ലാം പ്രതിഷ്ഠിതമായി എന്നുള്ളതാണ്. അദ്ദേഹം എഴുതിയതിൽ എല്ലാം തന്നെ എല്ലാ പുസ്തകങ്ങളും ഹിറ്റായി മാറുകയും വായനക്കാർ നിരന്തരം നെഞ്ചേറ്റിലാളിക്കുകയും ചെയ്ത പുസ്തകങ്ങളാണ് വിജയൻ മാഷിൻ്റേത്. വിജയൻ മാഷിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ ഈ ഭാഷ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ വർത്തമാനം, ഇതൊക്കെ കേട്ടിരിക്കാൻ എന്തൊരു സുഖമാണ്. അതുപോലെ ഇന്നേ വരെ മലയാളത്തിൽ ആർക്കെങ്കിലും വിജയൻ മാഷിനെ അനുകരിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് പോലെയും അദ്ദേഹം എഴുതുന്നത് പോലെയും അദ്ദേഹം പഠിപ്പിക്കുന്നത് പോലെയും മറ്റൊരാൾ പഠിപ്പിക്കാനുമില്ല, എഴുതാനുമില്ല, പറയാനുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഈ മുൻപ് ഞാൻ തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തനായ കവിയോട് ചോദിച്ചു, ആരുടെ ശൈലിയാണ്, കാവ്യഭാഷയാണ് അങ്ങേക്ക് അതുപോലെയാകണം, അതുപോലെ എഴുതണമെന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ അതേപോലെ എൻ്റെ ശൈലിയും വരണമെന്ന് ആഗ്രഹിച്ചത് ആരുടെയാണെന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വൈലോപ്പിള്ളിയുടെ കാവ്യഭാഷ, ആ ശൈലിയിൽ എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം, അത് കൈവരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം മരിക്കുന്നതുവരെയും വൈലോപ്പിള്ളിയുടെ ഭാഷ അദ്ദേഹത്തിന് കൈവന്നില്ല എന്നതാണ് സത്യം. അത് വൈലോപ്പിള്ളിയെ പോലെ, അതുപോലെ തന്നെ വൈലോപ്പിള്ളിയെ ഏറ്റവും കൂടുതൽ പഠിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ് വിജയൻ മാഷ്. വിജയൻ മാഷും വൈലോപ്പിള്ളിയുമായിട്ടുള്ള ബന്ധം അത് മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തീർക്കാം, രാധാകൃഷ്ണനുള്ള സമയം കിട്ടണം. അതായത് എനിക്ക് തോന്നുന്നു പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമുണ്ട്. വിജയൻ മാഷ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ സാഹിത്യരംഗത്ത് ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ അവസാന ഭാഗമൊക്കെ വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഭാഗമല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാനസികമായ വേദനയെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ വേദനയിൽ നിന്ന് വാസ്തവത്തിൽ വൈലോപ്പിള്ളി പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് അതുകൊണ്ടാണ്. വൈലോപ്പിള്ളി ആണ് വിജയൻ മാഷിനെ രക്ഷപ്പെടുത്തിയത്. അങ്ങനൊരു സംഭവമുണ്ട്. ഇത് ഞാൻ കവടിയാർ രാമേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത് പറയുന്നതൊന്നുമല്ല. ഇത് വൈലോപ്പിള്ളിയുടെ മകൻ പ്രസിദ്ധനായ ആയുർവേദ ഡോക്ടർ ശ്രീകുമാറാണ് എന്നോട് പറഞ്ഞത്. ഈ ഒരു ദിവസം വൈലോപ്പിള്ളിയുടെ ഞാൻ പറഞ്ഞല്ലോ, കവിതകളെ ഏറ്റവും കൂടുതൽ നിരൂപണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തയാളാണ്. ഭംഗിയായിട്ട് പഠിച്ചു. അതിൽ എല്ലാ കവിതകളെക്കുറിച്ചും, ഇപ്പോൾ മാമ്പഴത്തെക്കുറിച്ചോ സഖ്യൻ്റെ മകനെക്കുറിച്ചോ ഒക്കെയുള്ള നിരൂപണങ്ങൾ മുഴുവനും ഇദ്ദേഹം അങ്ങ് സ്വീകരിച്ചു. വൈലോപ്പിള്ളി സ്വീകരിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ വൈലോപ്പിള്ളിയും വിജയൻ മാഷുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഒരു ദിവസം വൈലോപ്പിള്ളി വിജയൻ മാഷിനെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് കയറിയപ്പോൾ വിജയൻ മാഷ് ഇതുപോലൊരു സാധനത്തിൽ വെച്ച് എഴുതുകയാണ്. ഇതുപോലൊരു പീഠത്തിൽ വെച്ച് എഴുതിക്കൊണ്ട് നിൽക്കുന്നു. അപ്പം ചെന്ന് കയറിയത്, എന്താ മാഷേ ഇത് നിന്നുകൊണ്ടോ എഴുത്ത് എന്ന് ചോദിച്ചു. അതിനുശേഷം എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അങ്ങനത്തെ ഒരു അസുഖത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു വിജയൻ മാഷ്.
അതായത് ഈ അലോപ്പതി ഡോക്ടർമാർ 7 തവണയോ മറ്റോ അദ്ദേഹത്തെ സർജറി ചെയ്തു, ശസ്ത്രക്രിയ ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇരിക്കപ്പുറതിയില്ലാത്ത ഒരു അസുഖത്തിൻ്റെ അപകടത്തിലാണ്, വേദനയിലാണ് അദ്ദേഹം നിന്നുകൊണ്ട്. അതപ്പോൾ എഴുതുകയായിരുന്നില്ല, അദ്ദേഹം പേപ്പർ വാല്യൂഷൻ നടത്തുകയായിരുന്നു, കുട്ടികളുടെ പരീക്ഷാ പേപ്പർ വാല്യൂഷൻ നടത്തുകയായിരുന്നു അവിടെ വെച്ച്. അപ്പോൾ ഇതെന്താ എന്നോട് ഇതുവരെ പറയാത്തത് എന്ന് വൈലോപ്പിള്ളി വളരെ അല്പം കോപിച്ച് തന്നെ ചോദിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ശ്രീകുമാറില്ലേ എൻ്റെ മകൻ, അവനിത് ശരിയാക്കി തരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ഷാരസൂത്ര ചികിത്സ നടത്തി ശ്രീകുമാറാണ് ഈ ഇരിക്കപ്പുറതി ഉണ്ടാക്കിയത്. ഇരിക്കപ്പുറതിയില്ലാത്ത അസുഖം മാറ്റിക്കൊടുത്തത് വൈലോപ്പിള്ളിയുടെ മകനാണ്. അപ്പോൾ ശാരീരികമായ അസുഖത്തിൽ നിന്ന് മാറി മാനസികമായ അസുഖം അവസാനം വരെയും വിജയൻ മാഷിനുണ്ടായിരുന്നു. എന്തായിരുന്നാലും അദ്ദേഹത്തെ മലയാളികൾക്കൊന്നും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ശീർഷാസനം എന്ന പുസ്തകമായിരുന്നാലും ശരി, അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ചിതയിലെ വെളിച്ചമായാലും ശരി, ഇപ്പോൾ ഇതാ പ്രകാശിപ്പിച്ചിരിക്കുന്ന പ്രകൃതി പാഠങ്ങളായാലും ശരി, ഇത്തരം അതിനു മുമ്പ് അദ്ദേഹം കേസരിയുടെ ലേഖനങ്ങളൊക്കെ അദ്ദേഹം പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ എഴുതിയതൊന്നും പാഴായിപ്പോയില്ല, എല്ലാം പൊന്നാക്കി മാറ്റിയ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് എനിക്ക് ഈ പ്രകാശനം ഇവിടെ നടത്താൻ സമയം പബ്ലിക്കേഷൻസ് എന്ന എൻ്റെ സുഹൃത്ത് അതിൻ്റെ എല്ലാമാണ് ശ്രീ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മാഷ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രസിദ്ധീകരണം ഇവിടെ പ്രകാശിപ്പിക്കാനുള്ള അവസരം ലഭിച്ചത് സൗഭാഗ്യമായി കണക്കാക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ എസ് രാധാകൃഷ്ണനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ബാലകൃഷ്ണൻ റയ്യാൽ, അതിൻ്റെ പ്രിയപ്പെട്ട ശ്രീ കവടിയ രാമേന്ദ്രൻ, മുഹമ്മദ് അഹമ്മദ് മാഷ്, ഷെയ്ഖ് വേണുഗോപാൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, വളരെ കുറച്ച് സമയം കൊണ്ട് ഇങ്ങനൊരു പുസ്തകം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. ഒരുപക്ഷെ മനുഷ്യസാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. വളരെ മിടുക്കന്മാരായ ആൾക്കാരിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ തന്നെ നടത്തുന്നതിൽ ലാലുണ്ട്, കവിയ വളക്കടവ് ഷാഫിയുണ്ട്, അഭിനേതാവ് രാജീവനുണ്ട്, കേരള സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥ ശ്രീമതി ഷീലയുണ്ട്. അപ്പോൾ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഒരു പുസ്തകം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത ഒരു കടുങ്കയാണെന്ന് എനിക്കറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഒറ്റയാൾ നാടകത്തിലെ കഥാപാത്രങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഒറ്റയാൾ നാടകത്തിലെ കഥാപാത്രങ്ങൾ. ഒറ്റയാൾ നാടകത്തിൽ ഒരാളല്ലേ ഉള്ളൂ, കഥാപാത്രങ്ങളുണ്ടോ? ഒരു പാത്രമല്ലേ ഉള്ളൂ എന്നാണ് പെട്ടെന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയല്ല. നാടകത്തെക്കുറിച്ച് നമ്മുടെ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ദശവിധ രൂപകങ്ങൾ, 10 വിധ രൂപകങ്ങളുണ്ട്. അതിലൊന്ന് ഒറ്റയാൾ നാടകമാണ്. ബാണം എന്ന് പറയും, ബാണം. അതിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന നമുക്ക് വളരെ പെട്ടെന്ന് പറയാവുന്ന ഉദാഹരണമാണ് ചാക്യാർകൂത്ത്. ചാക്യാർകൂത്തിലെ ഒരൊറ്റ ചാക്യാർ രംഗത്ത് വന്നിട്ട് എത്ര കഥാപാത്രങ്ങളായിട്ടാണ് ഭാവം പകർന്നു ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെസ്റ്റേൺ തിയേറ്ററിൽ ഇപ്പോൾ ഒറ്റയാൾ നാടകങ്ങൾ ധാരാളമുണ്ട്. രാജീവ് ഒരു ഒറ്റയാൾ നാടകം ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെ ധാരാളം കർണഭാരം വളരെ പ്രശസ്തമായ ഒറ്റയാൾ നാടകം വരുന്നതിൻ്റെ ഗുരുനാഥൻ കാവാലം ചെയ്യിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഈ വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ഒരു നാടകമല്ലേ. ജീവിതം ഒന്നിച്ചെടുത്ത് നോക്കിയാൽ വലിയ നാടകമാണ്. അതിനകത്ത് ഇല്ലാത്ത രസങ്ങളില്ല. എത്ര അംഗങ്ങൾ, എത്ര കഥാപാത്രങ്ങൾ, എത്ര രസങ്ങൾ, എത്ര ഭാവങ്ങൾ, വന്നും കയറിയും പോകുന്ന എത്ര കഥാപാത്രങ്ങൾ. അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വന്നു പോകുന്ന കഥാപാത്രങ്ങളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടി.പി. വേണുഗോപാലൻ ഇത് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ തുടങ്ങുന്നത് വളരെ നാടകീയമായിട്ടാണ്. മുഴുവൻ വിഷ്വൽസാണ് ഈ നോവലിൽ. വളരെ ചെറിയ നോവൽ, 64 പേജേ ഉള്ളൂ. നമുക്ക് ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന, വായിച്ചു തീർത്ത് പോകുന്ന വിധത്തിലുള്ള ഒരു നോവലാണിത്. AKGയുടെ ജീവിതകഥ വടക്കൻപാട്ട് രൂപത്തിൽ എഴുതിത്താണ് പറഞ്ഞിട്ട് നാളെത്ര ആടാ എന്ന് ശ്രീധരൻ മാഷ് മൊബൈലിൽ കലമ്പുമ്പോൾ കമ്പാർട്ട്മെൻറ്റിലെ ആൾത്തിരക്കിൽ ശ്വാസം മുട്ടുകയായിരുന്നു അശോകൻ എന്നാണ് തുടങ്ങുന്നത്. ഒന്നാമത്തെ വിഷ്വലാണ് തുടങ്ങുന്നത്. തീരുന്നതും ഇതുപോലെ തന്നെ ട്രെയിനിലാണ്. തീരുന്നത് ഇതേപോലെ തന്നെ വെച്ചാണ്. എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ അഭിപ്രായം മുറുകെ പിടിച്ചുകൂടി മുന്നോട്ട് പോകും. അത് ശരിയാണോ തെളിയിക്കേണ്ട അനുഭവങ്ങളാണ്. തെറ്റാണെന്ന് കഴിഞ്ഞാൽ ഞാനത് ഉപേക്ഷിക്കും. തങ്ങളുടെ മാംസവും രക്തവും നൽകി പാർട്ടിയെ വളർത്തിയെടുത്ത രക്തസാക്ഷികളുടെ പേരും പ്രവർത്തനങ്ങളും എനിക്ക് പ്രചോദനം നൽകട്ടെ. ശ്രീധരൻ മാഷ് നിർത്താനുള്ള ഭാവമില്ല. നിർത്തരുത് മാഷ്, നിർത്തരുത്. മലബാർ എക്സ്പ്രസിന് തിരക്കൊഴിയാത്ത കമ്പാർട്ട്മെൻറ്റിൽ എല്ലാ കാതുകളും കേൾക്കുക ശ്രീധരൻ മാഷ് പറയാണ്, നീ കേൾക്കുന്നുണ്ടോ? കേൾക്കണം.
എന്ന് പറഞ്ഞാൽ തീരുന്നത്. ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വേണുഗോപാലൻ തീർക്കുന്നത്. മലയാളത്തിൽ ഉത്തര കേരളത്തിൽ നിന്ന് വന്നിരുന്ന നമ്മൾ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകഥാകൃത്ത് ടി പത്മനാഭനാണ്. ടി പത്മനാഭൻ്റെ കാലത്തിന് ശേഷം പിന്നെ വന്ന് ഷിഹാബുദ്ദീൻ പോയി എൻ പ്രഭാകരൻ, നമ്മുടെ ടി എൻ പ്രകാശിൻ്റെ പേര് എനിക്ക് എൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമാണ് പ്രകാശ്, അതുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ പറയാൻ പറ്റാതെ പോകുന്നത്. പ്രകാശ് വിട്ടുപോയതിന് ദുഃഖം എനിക്ക് തോന്നിയിട്ടില്ല. ഷിഹാബുദ്ദീൻ പോയി തിരഞ്ഞെടുത്ത ടി എൻ പ്രകാശ്, എൻ പ്രഭാകരൻ തുടങ്ങിയിട്ടുള്ള ഒരു നിര. അതിൽ വി ആർ സുധീഷ് വന്നാൽ കോഴിക്കോട് എത്തിയാൽ, തലശ്ശേരി എത്തിയാൽ സുധീഷ് വരെയുള്ള ആൾ. അത് കഴിഞ്ഞ് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുകളിൽ ഒരാളാണ് ടി പി വേണുഗോപാലൻ. ആകാശവാണിയുമായി ടി പി വേണുഗോപാലിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അയാളുടെ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ കഥ വരുന്നത് തന്നെ ഇതിലാണ്, ആകാശവാണിയിലാണ്. ഭൂമിയുടെ തോട്ടക്കാർ എന്നാണ് കഥയുടെ പേര്. ആദ്യത്തെ സമാഹാരം ഭൂമിയുടെ തോട്ടക്കാർ തന്നെയാണ്. അതിന് പുരസ്കാരം വേണ്ടി ലഭിച്ചിരുന്നു. ധാരാളം അവാർഡുകൾക്ക് ലഭിച്ചിരുന്നു, ധാരാളം. തുന്നൽക്കാരൻ അവാർഡുണ്ട്, ഭൂമിയുടെ തോട്ടക്കാർ അവാർഡുണ്ട്, സുഗന്ധമഴയുണ്ട്, കേട്ടാഞ്ഞ വിടുന്നുണ്ട്, കാണാത്ത കാഴ്ചകൾ കേൾക്കാത്ത ശബ്ദങ്ങൾ ചരിത്രവിടുന്ന അവാർഡുണ്ട്, ധാരാളം. ഇതിൽ ഈ കഥാപാത്രങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരം കുറേ മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെറുക്കിയെടുത്ത സാധാരണക്കാരെ കുറേ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ടാണ് വേണുഗോപാലൻ ഇത് എഴുതിപ്പോയിരിക്കുന്നത്. നമ്മൾ ശ്രീധരൻ മാഷാണ് പ്രധാന കഥാപാത്രം. AKG ഇതിൽ പ്രത്യക്ഷപ്പെടുന്നതേയില്ല. കാരണം AKG ജീവിതകാലത്തിന് ശേഷമാണ് ഈ കഥ നടക്കുന്നത്. പക്ഷേ ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം AKG എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യനെ കുറിച്ച് ഓരോ നിമിഷവും ഓർക്കാതെ നമുക്ക് നോവൽ താഴെ വയ്ക്കാനേ സാധ്യമല്ല. അശോകൻ, ഉത്തമൻ, കുഞ്ഞുമൊയ്തീൻ, സവിത തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന കഥാപാത്രങ്ങൾ എല്ലാവരും. ആകെ 13 അധ്യായങ്ങൾ. ഈ 13 അധ്യായങ്ങൾ 64 പേജിൽ 13 അധ്യായങ്ങൾ എന്ന് പറയാൻ നോക്കൂ. കൊച്ചു അധ്യായങ്ങളാണ്, ചെറിയ അധ്യായങ്ങളാണ്. ഓരോ അധ്യായവും ഒരു ചെറുകഥ പോലെ മനോഹരമാണ്, ഭാവസാന്ദ്രമാണ്, അതിമനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയുടെയും നോവലിൻ്റെയും നാടകത്തിൻ്റെയും സ്വഭാവങ്ങളെല്ലാം ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന കൃതിയാണ് വേണുഗോപാലൻ്റെ ഈ ഒറ്റയാൾ നാടകത്തിലെ കഥാപാത്രമാണത്. 120 പേജാണ്, 120 രൂപയാണ് ഇപ്പോൾ ഇതിന്. 64 പേജിന് പറഞ്ഞല്ലോ, 120 രൂപയാണ് വിലയിട്ടിരിക്കുന്നത് സമയം പബ്ലിക്കേഷൻസ്. ഇതിന് മുഹമ്മദ് അഹമ്മദ് മാഷ് എഴുതിയ ഒരു നല്ല മുഖവരിയുണ്ട്, തീക്കടൽ നീന്തുമ്പോൾ എന്നാണ് അതിൻ്റെ പേര്. ആകെ ഒരു കൊച്ചിരി പേജേ ഉള്ളൂ, പക്ഷേ വായിക്കണത് തീക്കടൽ നീന്തുമ്പോൾ എങ്ങനെ ഇരിക്കും, അതാണ് ഈ നോവലിനെ കുറിച്ച് പറയാനുള്ളത്. തീക്കടൽ നീന്തി വരുന്ന അനുഭവം തരുന്ന നോവലാണത്. വായിക്കണം, നിശ്ചയമായും വായിക്കണം. ഇതിൻ്റെ മുഖചിത്രം നോക്കൂ. രാജേഷ് ചാൽവടാണെന്ന് പറഞ്ഞ മനസ്സിൽ മിടുക്കനാണ് മുഖചിത്രം ചെയ്തിരിക്കുന്നത്. അത് ഈ മുഖചിത്രം മുതൽ അവസാനത്തെ ബ്ലാബ് വരെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ അതിമനോഹരമായി നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒന്നാണിത്. മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന, മനസ്സിൻ്റെ ആഴങ്ങളിൽ ഏതൊക്കെയോ തന്ത്രികളിൽ വല്ലാതെ വിരൽ വിടുന്ന, വല്ലാതെ ഒരു പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ സിത്താറിൻ്റെയോ അല്ലെങ്കിൽ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ്റെ ഷെഹനായിയുടെയോ ഒക്കെ അംജദ് അലി ഖാൻ്റെ ഓർമ്മ വരുന്ന വല്ലാത്ത ഒരു നൃത്ത സംഗീതം കേൾക്കാനാവും ഇത് വായിച്ചു തീരുമ്പോൾ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുസ്തകം ഇങ്ങനെ വേണുഗോപാലിന് കൊടുക്കാൻ സാധിച്ചാൽ വളരെ കൊടുത്ത് പ്രസാദം ചെയ്യാൻ സന്തോഷമുണ്ട്. ഇതിൻ്റെ അവസരം എന്താ, ഈ സമയം പബ്ലിക്കേഷൻസിനോടും മറ്റ് സാരഥിയായ മുഹമ്മദ് അഹമ്മദ് മാഷിനോടും ഇപ്പോൾ സമയത്തിന് മുഴുവൻ ചുമതല വഹിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ ചങ്ങാതി ശ്രീ ബാലകൃഷ്ണൻ വയലിനോടൊക്കെയുള്ള നന്ദി പ്രത്യേകം പറയുന്നു. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, കാരണം ചേട്ടൻ കവടിയാരാമൻ ചേട്ടൻ്റെ പ്രസംഗം കേട്ടിരിക്കുക എന്ന് പറയുന്നത് ജയചന്ദ്രൻ്റെ പാട്ട് കേൾക്കുന്ന പോലെയാണ്. അതിമനോഹരമായൊരു ഭാവഗാനം പോലെയാണ് അതിൻ്റെ പ്രസംഗം. അതുകൊണ്ട് അത് കൂടെ കേൾക്കണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതിന് സാധിച്ചില്ല. പക്ഷേ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ഇത് വായിക്കണം, വായിക്കാതിരിക്കരുത്. ഈ പുസ്തകം വാങ്ങണം. ഇവിടെ നിന്ന് പോകുന്നതിനൊരു പുസ്തകം വാങ്ങണം. ഒറ്റയാൾ നടത്തുന്ന കഥാപാത്രങ്ങൾ വാങ്ങിയിട്ടേ പോകാവൂ. നിങ്ങൾക്കത് കേൾക്കണ്ടേ? പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ സിത്താർ, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ്റെ ഷെഹനായ്, അംജദ് അലി ഖാൻ്റെ സറൂദ് ഒക്കെ അതിൻ്റെയൊക്കെ വളരെ നേർത്ത സ്വനമുള്ളിൽ കേൾക്കണം തോന്നുന്നുണ്ടാവും. കേൾക്കൂ. 2 വാക്ക് പറയാനായിട്ട് ഷെയ്ഖ് ഹസൻ ഖാനെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനിയെ എല്ലാവർക്കും നമസ്കാരം. സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ ഈ പുസ്തകം സ്വീകരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാക്കി തന്ന ബാലകൃഷ്ണൻ സാറിനും സമയം പബ്ലിക്കേഷൻസിനും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒറ്റ കാര്യം മാത്രം പറയാം. പ്രകൃതി പാഠങ്ങൾ. ഞാൻ പർവ്വതാരോഹകനാണ്. പ്രകൃതിയിൽ വളരെ റോയായിട്ട് പോയി ജീവിക്കുന്ന ആളാണ്. ഒരുപാട് പാഠങ്ങൾ എന്നെ പ്രകൃതി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതി പറയുന്ന പാഠങ്ങൾ നമ്മൾ കേട്ടില്ലെങ്കിൽ പ്രകൃതി പാഠം പഠിപ്പിക്കും. താങ്ക് യു വെരി മച്ച്. ശ്രീ കെ വേണുഗോപാൽ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ,
എന്തുകൊണ്ടും ഈ പുസ്തകം സ്വീകരിക്കുവാൻ ഈ വൈര്യമായ ഈ ചടങ്ങിൽ എൻ്റെ ഗുരുനാഥന്മാരായ ആകാശവാണിയിൽ എൻ്റെ തുടക്കകാലത്ത് ഗുരുനാഥന്മാരായ ബാലകൃഷ്ണൻ കൊയ്യാൾ സാറിൻ്റെയും എസ് രാധാകൃഷ്ണൻ സാറിൻ്റെയും സാന്നിധ്യത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും അധികം ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ പുസ്തകത്തിലെ അവസാന വരിയിൽ പറഞ്ഞതുപോലെ മലബാർ എക്സ്പ്രസിൻ്റെ തിരക്കൊഴിയാത്ത കമ്പാർട്ട്മെൻറ്റിൽ ഒറ്റക്കാലിൽ നിന്ന് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നിരുന്ന ഒട്ടേറെ ഓർമ്മകൾ മനസ്സിൽ കൂടി കടന്നുപോയി. ജീവിതത്തിൻ്റെ തുടക്കത്തിലെ ഉയർച്ചകളും താഴ്ചകളും വേദനകളും സന്തോഷങ്ങളുമൊക്കെ ചിന്തിപ്പിക്കുന്ന കുറേയധികം നിമിഷങ്ങളാണ് അല്പം മുമ്പ് ഈ സമയം ബുക്ക് സ്റ്റാളിൻ്റെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തുടങ്ങിയത്. ഈ ചടങ്ങിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഇതിൽ പങ്കാളിയായ സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കൾക്കും സമയത്തിൻ്റെ നന്ദി, നമസ്കാരം.